ഈ ഫുഡ് കഴിക്കാൻ കഴിയുമ്പോൾ പറയുന്നുണ്ട് അതായത് റെസ്റ്റോറൻറ്റിൽ കയറുക 5 മണിക്ക് പാർട്ടിയുടെ ക്ലോസിംഗ് ടൈമാണ്. സ്വിമ്മിംഗ് പൂളൊക്കെ വരുന്ന ഈ ഫ്രണ്ടിലാണ് 1 അവർ ഫ്രീ ഉണ്ട്, 4:45 ക്ലോസ് ചെയ്യും. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാൻ നമ്മുടെ കൂടെ ഗൈഡുണ്ട്. ഗൈഡിങ് നടന്ന് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റിക്ഷാ സൗകര്യമുണ്ട്. റിക്ഷയ്ക്ക് 250 രൂപ ചാർജ് വരുന്നത്. ഒരു വണ്ടി 4 പേർക്ക് വരെ യൂസ് ചെയ്യാം. ബസ്സും ട്രെയിനും ഒക്കെ ജസ്റ്റ് റൈഡിങ് ആയിട്ടേ ഉള്ളൂ, അത് ഗൈഡിന് ശേഷം എടുക്കാം. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ഗൈഡിനെ കൂട്ടില്ല. നമ്മുടെ 50 പേരുടെ ഗ്രൂപ്പ് പോയേ. അപ്പോൾ ഇത് കണ്ടല്ലോ, നിറയെ ആളുകൾ വരുന്നുണ്ട്. ആ ഓക്കെ. റെസ്റ്റോറൻറ്റ് അടിപൊളി ലുക്കാണ്. അരയാൽ റെസ്റ്റോറൻറ്റ്. ഓക്കെ. ആ അതാണല്ലേ. അയ്യോ ആ കുട്ടീനെ എന്ത് ചെയ്യും? അതെങ്ങനെ ഒരു ടീം വന്ന് അപ്പ കാണിക്കോ? ആ ശരി. ആള് ആവാൻ വെയിറ്റ് ചെയ്യുന്നില്ല അല്ലേ? ആ ശരി. ഓക്കെ, നമുക്ക് വലിയൊരു ബാച്ചാണ് കേട്ടോ അവിടെ അകത്തേക്ക് കയറണത്. ഇത്രയും വലിയ ടീം വന്നാൽ ഒരു ഗൈഡ് ഉണ്ടാവുള്ളൂ? ഒരു ടീമിനൊരു ഗൈഡ്? ആ ഹാ ആ. ഓ ഇതാര് പരശുരാമൻ, അടിപൊളി. ഓ അതെന്തായാലും ഗംഭീര സംഭവമായി. പരശുരാമൻ്റെ ഒരു അടിപൊളി ശില്പം. ഏതാ ഇത്? കരിമീനാണോ? തിലോപ്പിയല്ലേ? ആ ഇത്ര വലിപ്പം വരും. ബാ സർപ്പക്കാവ് ചെയ്തേക്കണാണ്. സർപ്പക്കുളം അമ്പലക്കുളമൊക്കെ ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഓ അടിപൊളി. ഒറിജിനൽ തീ തന്നെയാണത്. അതായത് നമുക്ക് സർപ്പക്കാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തലച്ചു ഭൂമി തന്നെ ആയിരുന്നല്ലോ. അപ്പൊ ഇവിടെ നിന്നൊരു തൈ വെച്ചിട്ടാണ് സാരി പാർക്കിന് വേണ്ട ബാക്കിയുള്ള തൈകളൊക്കെ വെച്ചത്. കൂടുതൽ പ്രതിഷ്ഠാ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സർപ്പക്കാവിന് വേണ്ട വൃക്ഷങ്ങളെല്ലാം കണ്ടുപിടിച്ച് ഈ വള്ളിച്ചെടികളൊക്കെ കണ്ടുപിടിച്ച് എല്ലാം ഇവിടെ നട്ട് പിടിപ്പിച്ച് നമ്മളൊരു സർപ്പക്കാവേരി ആക്കിയതൊക്കെയാണ്. വരും തരം നമുക്ക് സർപ്പക്കാവിനെ ഐഡിയ ഒക്കെ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇത്ര ഭംഗിയിൽ, നല്ല ഭംഗിയിലാണ് ഇത് കത്തി നിൽക്കുന്നത്. ദൂരെ നിന്നിട്ട് നല്ല ഭംഗിയിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു ഞങ്ങൾ ഇലക്ട്രിക് എന്തെങ്കിലും പരിപാടിയാണോ എന്നുള്ളത്. പക്ഷേ അല്ല, നാച്ചുറലായിട്ടുള്ള വിളക്ക് തന്നെയായിരുന്നു അത്. അടിപൊളിയായിട്ട് ഇത് ഒരു 10-75 വർഷം പഴക്കമുള്ള ഒരു കാവിൻ്റെ അതേ ഒരു ഫീലിംഗ് ഉണ്ട്. ഇത് പ്രായമുള്ള വള്ളി കൊണ്ട് വെച്ചാണ് ഒറിജിനൽ മുളച്ചിങ്ങനെ വന്നതാണത്. അതല്ലേ? ആ അടിപൊളി. എന്തായാലും നല്ലൊരു കാവിൻ്റെ ലുക്ക്. കാവായി മാറിയിരിക്കുന്നത് അല്ലേ? അടിപൊളി. സർപ്പക്കാവ്. ആ ആ ആ കാവ് തീണ്ടരുത്. ആനയുടെ ശില്പമാണല്ലോ. ആ ആ ആ ആ ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. ഇവിടുത്തെ മരങ്ങളും വള്ളികളൊക്കെ നോക്കുക. ഒറിജിനൽ കാവിൻ്റെ ശരിക്കും അതേ ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇത് ശരിക്കും നാച്ചുറാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇതെന്താ ഒരു ചെങ്കല്ലിൻ്റെ കെട്ട്, ഒരു എന്താണ് പൗരാണികത തോന്നിക്കാൻ വേണ്ടി ചെയ്തായിരിക്കും അല്ലേ? ആ ഹാ 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 ആ ഹാ ഹാ അടിപൊളി.
എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഇതൊക്കെ. ആ നമുക്ക് കാവ് ഇഷ്ടപ്പെട്ടോ? സൂപ്പറായില്ലേ? ശരിക്കും നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു കാവില്ല. അല്ലെങ്കിൽ ചില ഭാഗത്ത് ഒറ്റപ്പെട്ട ചില ഭാഗത്ത് ഉണ്ടെങ്കിലും ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇത്ര ഭംഗിയുള്ള ഒരു വലിയൊരു കാവില്ല കേട്ടോ. ചെറിയ ചെറിയ കാവുള്ളൂ. ചിത്രകൂടക്കല്ലുണ്ടോ? അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല. ആ അങ്ങനെ സാധനം ഉണ്ട്, കാവിൻ്റെ അകത്ത് വെക്കുന്ന ഒരു കല്ലുണ്ട്. നമ്മൾ കാവായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഇതായിട്ട് വെക്കത്തില്ലല്ലോ. ആ ആ കാവിലുള്ള കുളം അത് വേറെ കുളമല്ലേ നമ്മൾ അവിടെ കണ്ടില്ലേ? ആ ഈ കുളം നമ്മൾ കുത്തിയാണ് അതിന് വേണ്ടിയിട്ട്. അതെ അതെ. ഓ ഇതിനകത്ത് എല്ലാ കുളവും നമ്മൾ കുത്തി തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളേ ഇതിനകത്തുള്ള റൗണ്ട് അടി 1 മണിക്കൂർ നേരത്തെ നമ്മുടെ നടപ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഗൈഡ് നമ്മുടെ അടുത്ത് പോകും. പിന്നെ നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ ഇതിനകത്ത് നമ്മുടെ ഇഷ്ടപ്രകാരം ചുറ്റിക്കറങ്ങാം. പേയ്മെൻ്റ് ഉള്ള റൈഡുകളിൽ കയറാം, കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇതിപ്പോൾ ജാതി തെരുവെന്നാണ് ടൈരി ഏരിക്കുവാണ്. വെറൈറ്റി ടൈപ്പ് ജാതി മരങ്ങളൊക്കെയാണ് നമ്മൾ ഈ വച്ചു പിടിപ്പിച്ചേക്കണേ. ഇവിടെ ഒരു കോട്ടേജ് ഉണ്ട് കേട്ടോ, അത് ജാതി കോട്ടേജ്, ജാതിക്ക കോട്ടേജ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. കോട്ടേജ് ഒക്കെ പേരെന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇതോടുകൂടി നമ്മുടെ റൈഡിങ് അവസാനിച്ചിരിക്കുകയാണ്. പാർക്ക് മുഴുവൻ ചുറ്റുകടന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടേതായ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. എന്താ പേര്? ഷീജ അല്ലേ? ഷീജ. എവിടെ സ്ഥലം എവിടെയാണ്? വൈക്കം. ഓക്കെ, വളരെ നന്നായിട്ടോ. താങ്ക് യു. ശരി, കാണാം. ഓക്കെ, നമ്മൾ ഗൈഡിൻ്റെ കൂടെയുള്ള നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ട്രെയിനിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ ഇവിടെ വരും. ട്രെയിനിലൊന്ന് കയറി പാർക്ക് മൊത്തമൊന്ന് കറങ്ങാം. അപ്പോൾ അവിടെ ബസ് വരുന്നുണ്ട് കേട്ടോ. അവൻ ട്രെയിൻ വരും എന്ന് പറയുമ്പോൾ ട്രെയിൻ കയറാൻ ഓടുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ട്രെയിൻ ബെല്ലൊക്കെ അടിച്ചിട്ടാണ് വരുന്നത്. എന്താ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഉടൻ തന്നെ ഡ്രൈവേഴ്സിനെ കാണിക്കാം കേട്ടോ. ട്രെയിനിൻ്റെ പുറകെ ഒരു റിക്ഷയും വരുന്നു. സ്വാഗതം. എന്താണ് റൂം എടുത്തവർ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടോ. ട്രെയിനിൽ കയറുകയാണ്. എന്താ വെച്ചാൽ നമ്മുടെ കൂടെ എത്ര നേരം കൊണ്ടിരുന്ന ഷീജ ഇപ്പോൾ ഇവിടെ റിക്ഷയുടെ ഡ്രൈവറായിട്ട് പോകട്ടോ. റിക്ഷ ഡ്രൈവർ കം ഗൈഡായിട്ട് പോവാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. ആ ഷീജ അപ്പോൾ കേസ് നമ്മൾ പോകാൻ റെഡി ആയിട്ടോ. നമ്മുടെ ട്രെയിനിൽ പോകാൻ റെഡി ആയി. നമ്മുടെ ടീം ട്രെയിനിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ കുറച്ച് നേരം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചാർജ് ചെയ്ത് കഴിഞ്ഞാലാണ് വണ്ടി പുറപ്പെടുക. ഒരു 20 മിനിറ്റെങ്കിലും ചാർജ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചാർജ് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രെയിനിൽ പോകാൻ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ ആര്യനാണ് അല്ലേ? ആര്യ ട്രെയിനിൽ പോകണ്ടേ? ആര്യ ട്രെയിനിൽ പോകണ്ടേ? ട്രെയിനിൽ പോകണമെന്ന്
യെസ് പറ. യെസ്. എടാ ഇത് ബട്ടർഫ്ലൈ വലിക്കുന്നത് വേനയില്ല. ഓക്കെ സൂപ്പർ. താങ്ക് യു പറ. എന്താ അവിടെ നിന്ന് അടുത്ത് എങ്ങനെ ട്രെയിൻ പോകണുണ്ട്? അപ്പോൾ ഗൈസ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്ടാ. ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. ശബ്ദം, ബെല്ലടി. നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴി കൂടെ ട്രെയിനിൽ പോവാണ്. അക്വേറിയം. അവിടെ ഞങ്ങളുടെ റിക്ഷ വരുന്നുണ്ട് കേട്ടോ. റിക്ഷകൾ കുറേ വരുന്നുണ്ട്. ഒരു സൈഡ് കൊടുത്ത് കടന്നു പോകും. അപ്പോൾ ഗൈസ് നമ്മൾ ട്രെയിനിൽ പോകണു. നേരത്തെ വന്ന വഴി കൂടെ ഒക്കെ തന്നെയാണ്. നമ്മൾ കണ്ട പൂളാണിത്. പേയ്മെൻറ്റ് കൊടുത്ത് ഇറങ്ങേണ്ട പൂള്. നേരത്തെ കണ്ട പക്ഷി നിരീക്ഷണ കേന്ദ്രം. ഇവിടെ ചൂണ്ടയിടാം. ആൾക്കാർ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബായ്. ഇവിടെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ട്രെയിൻ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി അടുത്ത നമ്മുടെ പരിപാടികളിലേക്ക് കടക്കും. ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ് മുകളിൽ കാണുന്നത്. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് നമ്മുടെ ടീം ഇറങ്ങാം കേട്ടോ. ഓക്കെ, ഇറങ്ങി. അല്ല, എങ്ങനെയുണ്ടാ ട്രിപ്പ്? എങ്ങനെ ഉണ്ടാ? എങ്ങനെയുണ്ട് ട്രെയിൻ? എങ്ങനെയുണ്ട്? സൂപ്പറായാ? ആ, അപ്പോൾ ട്രെയിൻ യാത്ര ഏറ്റവും അധികം എൻജോയ് ചെയ്ത ആൾ ഇദ്ദേഹമാണ്. ട്രെയിൻ യാത്ര സൂപ്പറായെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ 12D സിനിമ അവിടെയാണ് കേട്ടോ. 12D സിനിമ തിയേറ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളോട് ഇരിക്കാൻ പറഞ്ഞു. തിയേറ്റർ ഇതിനകത്താണ്. ഒരാൾ ഓപ്പറേഷൻ ക്ലിയറാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തിയേറ്ററിലേക്ക് കയറാണ് കേട്ടോ.
ഇപ്പോൾ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരാളും കൂടെ ഇറങ്ങി ഫ്രണ്ട് ഇരിക്കണം കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, മാംഗോ മോട്ടോഴ്സിൽ നമ്മുടെ ടിക്കറ്റിൽ ഈ ഫ്രീ ആയിട്ടുള്ള നിരവധി റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ പെഡൽ ബോട്ട് ഫ്രീ ആണ്, അതായത് ടിക്കറ്റ് ചാർജിനകത്ത് അത് ഉൾപ്പെടുന്നുണ്ട്. കുട്ടവഞ്ചി ഫ്രീ ആണ്, പിന്നെ വലിയ വഞ്ചി ഫ്രീ ആണ്. എന്നാൽ ഫ്രീ അല്ലാത്ത ഒരു ഇനമാണ് നമ്മുടെ 12D സിനിമ. 12D സിനിമ ഫ്രീ അല്ല, 100 രൂപ കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഒരു തരത്തിലും അത് ഉപേക്ഷിക്കരുത് എന്നൊന്ന് എടുത്ത് പറയുകയാണ്. കാര്യം ഇതൊരു അപാര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ സ്ക്രീനിൽ കാണുന്ന വിഷ്വൽസിൻ്റെ ഒപ്പം തന്നെ നമ്മളിരിക്കുന്ന കസേര ചെരിയുക, നമ്മൾ വെള്ളച്ചാട്ടത്തിന് സമീപത്തൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ മറ്റേ സ്ക്രീനിൽ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുക, അങ്ങനെ പല തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണത്. അവിടെ 12D സിനിമ ഒരു തരത്തിലും ഉപേക്ഷിക്കരുത്, അത് കണ്ടു തന്നെ ആവണം കേട്ടോ. ഓക്കെ, ഇത് ആക്ച്വലി ഇത്ര പോരാ, ഒരു അരമണിക്കൂറൊക്കെ വേണം. ഇതുപോലെ സൂപ്പറായിട്ട് വേണം. പിന്നെ ഏട്ടൻ്റെ പേരെന്താ? ഗിരീഷ് കുമാർ അല്ലേ? എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയി. ഓക്കെ ശരി. ഇത് കുറേ സിസ്റ്റം ഉണ്ടല്ലോ, ഇതൊക്കെ വിദേശം നിർമ്മിത സാധനമായിരിക്കും ഇതൊക്കെ. ഹൈഡ്രോളിക് സംവിധാനം അല്ലേ? JCB മെക്കാനിക്സ് അല്ലേ? ഓ അടിപൊളി. സോഫ്റ്റ്വെയറിന് കൊടുക്കുന്ന സിഗ്നൽ അനുസരിച്ചാണ് എന്ത് മെഷീൻ വർക്ക് ചെയ്യണേ. ഓക്കെ താങ്ക് യു. അത് മറന്നു. ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, സോഫ്റ്റ്വെയർ ബേസ്ഡ് പരിപാടിയാണ് ഇത്. സിനിമ ഒന്നുള്ള പല സിനിമ ഉണ്ടോ അതോ ആണോ? അത് ആൾക്കാർക്ക് അനുസരിച്ച് ഇടുന്നതോ? ഈ മെക്കാനിസമായിട്ടും മാച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വേണം. ഓക്കെ. ശരി. എത്ര ഉണ്ട്? എത്ര സിനിമ ഉണ്ട് ഇങ്ങനത്തെ? ഒരു 19 കാണും. ശരി. ഓ അടിപൊളി. ഓക്കെ, താങ്ക് യു. ഗംഭീര ഊഞ്ഞാലാണ് കേട്ടോ ഇവിടെ. അവിടെ സൗമ്യ, കുഞ്ഞൻ, അധീന എല്ലാവരും ഗംഭീര ഊഞ്ഞാലാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഇതാരത്? അധീന മൊബൈൽ ഫോൺ പോക്കറ്റിലേക്ക് വെക്കേ. നമ്മൾ മാംഗോ മോട്ടോഴ്സിലെ ചായക്കടയിലൊക്കെ പോയിക്കണം. നാടൻ സമോവറിൽ ഉണ്ടാക്കുന്ന ചായ അത് കാണാം. അടിമച്ചങ്ങല സിനിമയുടെ പോസ്റ്റർ, മഞ്ഞിൽ വിഞ്ഞതിൻ്റെ പോസ്റ്റർ, ആവേശം, മൂർഖൻ, പഴയ ഡെസ്ക്, ബെഞ്ച്, പഴയ ടൈപ്പ് ഗ്ലാസ്, അപ്പോൾ ഇവിടെയാണ് ആർച്ചറിയുടെയും തോക്കിൻ്റെ ഒക്കെ കേന്ദ്രം. ഓ കറക്റ്റ് ഉന്നം. വരുമ്പോൾ പൊട്ടി. പൊട്ടിയോ?
അടിപൊളി. മോനെ ഒരു ടിക്കറ്റിന് ഈ പറഞ്ഞ പോലെ ഉള്ളൂ? ഒരു ടിക്കറ്റ് ഒരാൾക്കൊന്നുണ്ടോ? ആണോ? പായ്ക്കൻ അമ്പുമില്ലിൽ പരിശീലിക്കാനാട്ടോ. അമ്പുമില്ല് ട്രൈ ചെയ്യണം. ഓ പിള്ളേർ റൗണ്ടിലൊക്കെ കൊള്ളിക്കുന്നുണ്ട്. ഓ കൊണ്ടു നമ്മൾ കുട്ടികളുടെ കളിക്കുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. എവിടെ പയ്യനെവിടെ? എവിടെ? ആ ഇവിടെ എത്തിയ. ഫുഡ് ഗേറ്റ് കോർഡിനേറ്റർ ഇവിടെ ആളുണ്ട് കേട്ടോ. ഒരു സ്ലിപ്പ് വേറെ വന്നിട്ടുണ്ടല്ലോ, അതെടുക്കാം. ആ കാണിക്കും. ഫുഡ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഹലോ ഫ്രണ്ട്സ്, ഈ മാംഗോ മെഡസിനകത്ത് നിരവധി റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മൾ രാവിലെ എത്തുമ്പോൾ തന്നെ എത്ര മണിക്കാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വരുന്നത് എന്നുള്ള ടൈം നമുക്ക് അലോട്ട് ചെയ്ത് തരും. അത് 12:45 1 മണിയാവാം 1:30 നമ്മളത് ചോദിച്ച് വാങ്ങിച്ച് നമ്മുടെ സൗകര്യത്തിൻ്റെ ടൈമിന് നമ്മൾ ആ ടൈം വാങ്ങിക്കുക. ആ ടൈമിൽ വേണം ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരാം. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരേ സമയം വന്ന് ഭക്ഷണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ഇവർ നമ്മളോട് സമയം ചോദിക്കുക, എത്ര മണിക്കാണ് നമുക്ക് വരാൻ സമയം. ആ സമയത്തേക്ക് അവർ കൂപ്പൺ തരും. ആ കൂപ്പണിൽ ആ ടൈമിൽ വന്നിട്ട് നമ്മളിവിടെ കയറുക. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കയറിയത് മുകളിലത്തെ നിലയിലാണ്. മുകളിലത്തെ നിലയിലേക്ക് കയറാനാണെങ്കിൽ കുട്ടീനെ എടുത്തുകൊണ്ട് വന്ന ആൾക്ക് ലിഫ്റ്റ് സൗകര്യം കൊടുത്തു. പ്രായമുള്ള ആൾക്കാർക്കും ലിഫ്റ്റ് സൗകര്യം കൊടുക്കും കേട്ടോ. ഇത് ക്ഷേത്രക്കുളം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മീനുകൾക്ക് നമുക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാം. മീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് ഭക്ഷണം ഇവിടെ ഒരു റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തില്ല, പ്രത്യേകം ഉണ്ടാവും. ഇവിടെ ഇതിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കണ്ട് ആ ഇത് എപ്പുറത്തും ഉണ്ട്. ഇവിടെ ഉണ്ട് വലുതുണ്ടോ? അല്ല, ആ കട്ടില പോലത്തെ ഉണ്ടാക്കിയ സാധനം. പക്ഷെ എന്താ അറിയില്ല, ഉണ്ടാവണം. ഗൈസ്, ഇവിടെ സർപ്പക്കാവിനടുത്തുള്ള ഒരു പ്ലോട്ടിലുള്ള ആനയുടെ ശില്പമാണ് കേട്ടോ. ഘനഗംഭീര ആനയാണ്, അടിപൊളി. ഗൈസ്, കാവിനകത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് മിക്കവാറും കല്ലാൽമാരാണെന്ന് തോന്നുന്നു. ഇത് ആ ചുമരിൽ പിടിച്ചിരിക്കണം. ആ ചുമരിലിങ്ങനെ ബലം പിടിച്ച് അതിനെ പിന്നെ വീഴ്ത്താനുള്ള ഒരു ലെവലായി കൊണ്ടുവന്നിരിക്കണം കേട്ടോ. അടിപൊളി, ഒരു സൂപ്പർ കാഴ്ചയായി. കണ്ടോ, മതിൽ ചാഞ്ഞു തുടങ്ങി. അപ്പോൾ
നമ്മൾ 20 രൂപയുടെ ടിക്കറ്റ് അവിടെ നിന്ന് എടുത്തിരുന്നു. അതായത് ഫിഷ് ഫീഡിനുള്ള പൈസ ആണിത്. നമ്മൾ 2 പാക്കറ്റ് പറഞ്ഞിരുന്നു. അതിപ്പോൾ ഇവിടെ കിട്ടും. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിന് വിൽക്കാനുള്ള ആളാണ് ഇവിടെ നിൽക്കുന്നത്. ഉള്ളി നമുക്ക് എടുത്ത് തന്നു. ഇത് നമ്മൾ ഫിഷിന് കൊടുക്കുക കേട്ടോ. അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ ടീമിന് ഫിഷ് ഫീഡ് കൊടുക്കണം കേട്ടോ. കുറേശ്ശെ കൊടുക്കുക, ചാടി വരട്ടല്ല. ഓ അടിപൊളി. ആ 2 തരം വാളയുണ്ട്, കറുത്ത വാളയും വെളുത്ത വാളയും. ആറ്റുവാളയാണ്. നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡായ എന്താണ് പെഡൽ ബോട്ടാണത്. അതിന് വേറെ പൈസ കൊടുക്കണ്ട, നമുക്ക് കയറാം, തുഴയാം. നമ്മളൊരു പേ പൂളിലേക്ക് പോകാൻ കേട്ടോ. ഇതിനെ പ്രത്യേകമായിട്ട് പേ ചെയ്യണം. പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. സ്വിമ്മിംഗ് പൂളിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുക കേട്ടോ. നമ്മുടെ ടീമിൽ നിന്ന് ആദിത്യൻ പേ പൂളിലേക്ക് ചാടിക്കൊണ്ട് നമ്മുടെ പരിപാടിയുടെ സമാപ്തി കുറിക്കുകയാണ്. ബാക്കി ഉള്ള ആളുകൾ കാണുകയാണ്. നമുക്ക് സമയപരിമിതി ഉള്ള കാരണം നമ്മൾ ഇതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടിപൊളി. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം ഇൻട്രസ്റ്റ് ആദ്യത്തിന് മാത്രമായിരുന്നു ഈ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ ഇറങ്ങി, ബാക്കിയുള്ളവർ കണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു പകൽ മുഴുവൻ കണ്ടാൽ തീരുന്ന ഒരു സംഗതിയല്ല. അറിയാമല്ലേ, എൻ്റെ ഒരു അഭിപ്രായത്തിലേ ഇത് ശരിക്കും ഒരു പകൽ മുഴുവൻ കണ്ടാൽ തീരുന്ന സംഗതിയല്ല. ഇത് കാണണമെങ്കിൽ 2 ദിവസം വേണം. 2 ദിവസം വേണം. 2 ദിവസം കണ്ട് കേട്ട് മനസ്സിലാക്കി മെല്ലെ റിലാക്സ് ചെയ്ത് പോകേണ്ട കേസാണ് അത്. വേണമെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യാം ഇവിടെ. വേണമെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പരിപാടികൾ അവസാനിച്ചു. സമയക്കുറവുണ്ട്. ആക്ച്വലി ഇത് 2 ദിവസമെങ്കിലും വേണം നമ്മളിത് കവർ ചെയ്യാൻ. അല്ലേ മക്കളെ, ഇതൊന്ന് പറഞ്ഞേ, ഇത് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഇത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പർ സൂപ്പർ. അതിനെ ഇതെങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നല്ലേ? ഓക്കെ, എന്തായാലും കൊടുക്കണ പൈസയ്ക്ക് മുതലായി. ഒരു നഷ്ടമില്ല. പക്ഷെ നമുക്ക് ചിലവഴിക്കാൻ സമയവും നമുക്കത് ഊർജ്ജവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഹലോ ഫ്രണ്ട്സ്, മാംഗോ മോഡോസിൽ നമ്മൾ ഒരു പകൽ മുഴുവൻ ചുറ്റിക്കറങ്ങിയതിൻ്റെ വീഡിയോ 3 പാർട്ടായിട്ട് അവതരിപ്പിക്കുന്നതിൽ 3ാമത്തെ പാർട്ടും ഇവിടെ കഴിയാണ് കേട്ടോ. ശരിക്കും ഇത് 10 പാർട്ട് എടുത്താലും ഈ വീഡിയോ ഇവിടെ തീരാൻ പോകില്ല. നമ്മളേതായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ 3 പാർട്ട് കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പാർട്ട് 1ഉം 2ൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതും കൂടി കാണാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.